ഹലോ ഹായ്. ട്രിപ്പ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഓൾ ഇന്ത്യ ട്രിപ്പ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പം നമ്മൾ ഒരുപാട് നാളുകളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യമാണ് ഒരു ഓൾ ഇന്ത്യ റൈഡ് എന്ന് പറയുന്നത്. ഇപ്പം കുറച്ച് ദിവസങ്ങളൂടെ കഴിഞ്ഞിട്ട് ആ ട്രിപ്പ്, ആ ഡ്രീം ജേണി നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. എത്ര ദിവസമാണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? 120 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു യാത്ര. എവിടെ തുടങ്ങുന്നു, എവിടെ അവസാനിക്കുന്നു, കുറേ വിശേഷങ്ങളുണ്ട്. അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ ജേണിയെ പറ്റി കൂടുതലായിട്ട് പറയാം. അതായത് 120 ദിവസത്തെ ജേണി സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത് ഫെബ്രുവരി 1-ാം തീയതി കന്യാകുമാരിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാനാണ്, അല്ലേ? ഏകദേശം ഇന്ത്യ മൊത്തം നമുക്ക് കവർ ചെയ്യാൻ പറ്റൂല. പാർട്ട് എ എന്നുള്ള രീതിയിലാണ് നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്. മാക്സിമം ഒരു 15 സംസ്ഥാനങ്ങൾ കവർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ഇന്ത്യയുടെ ഈസ്റ്റ് സൈഡ് വഴിയുള്ളതാണ് യാത്ര. അതായത് തമിഴ്നാട്, കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, തെലുങ്കാന അങ്ങനെ കയറി നമ്മൾ പോവുകയാണ്. അപ്പം മൊത്തത്തിൽ 15-18 സംസ്ഥാനങ്ങളോളം ഈ 120 ദിവസം കൊണ്ട് കവർ ചെയ്യാനൊരു പ്ലാൻ നമ്മുടെ കയ്യിലുണ്ട്. അങ്ങനെയാണ്. പിന്നെ ലഡാക്കിലാണ് അവസാനിക്കുന്നത്. പിന്നെ അടുത്ത ട്രിപ്പായിട്ടാണ് പാർട്ട് ബി ആയിട്ടാണ് നമ്മൾ വെസ്റ്റ് സൈഡ് ഫുള്ള് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മുടെ ഈ യാത്രയെന്ന് പറയുന്നത് റൈഡ് ചെയ്ത് ലഡാക്കിലെത്തുക എന്നുള്ളതല്ല. എന്താ പറയുക, ഈ യാത്രയെന്ന് പറയുന്നത് ഇന്ത്യയുടെ ആത്മാവ് തേടിയുള്ള യാത്രയെന്ന് കൗതുകത്തിൽ വേണമെങ്കിൽ പറയാം. അതായത് നമ്മുടെ ഒരു വീഡിയോയിൽ ലക്ഷ്മി അക്ക എന്ന് പറഞ്ഞൊരു അക്കയുടെ വീഡിയോയിൽ നിന്നുമാണ് അത് ഷൂട്ട് ചെയ്യാൻ പോയപ്പോഴാണ് വില്ലേജ് ലൈഫിനെ പറ്റി കൂടുതലായിട്ട് നമുക്ക് മനസ്സിലായത്, ഇല്ലേ? അപ്പം ഇന്ത്യയുടെ വില്ലേജ് ലൈഫുകൾ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ഒരു യാത്രയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ 120 ദിവസവും വളരെ മിനിമൽ ഫുഡിലാണ്, അതായത് ഒരു ബഡ്ജറ്റ് ട്രിപ്പാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുള്ളറ്റിലാണ് യാത്ര, അല്ലേ? ബുള്ളറ്റിൽ യാത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടുപേരൂടെ യാത്ര ചെയ്യുന്നു. ടെൻറ്റ് ക്യാമ്പിംഗ് ആണ് ഈ 120 ദിവസവും നമ്മൾ എടുക്കുന്നത്. അതുപോലെ ഫുഡിനകത്തൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഞങ്ങൾ വരുത്തി. കാരണം കുക്ക് ചെയ്യാതെ നട്ട്സ്, ഫ്രൂട്ട്സ്, ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ 120 ദിവസവും ട്രാവൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ലക്ഷ്യം. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുക, ഒരുപാട് ഗ്രാമപ്രദേശങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു ചെല്ലുക, അത് നിങ്ങളിലേക്ക് എത്തിക്കുക. ഒരുപാട് കലകൾ, അതുപോലെ തന്നെ ടൂറിസ്റ്റ് പ്ലേസുകൾ, നമ്മൾ കവർ ചെയ്യുന്ന ഓരോ സംസ്ഥാനങ്ങളും ഫുള്ളായിട്ട് കവർ ചെയ്തിട്ടേ നമ്മൾ ട്രിപ്പ് അവസാനിപ്പിക്കത്തുള്ളൂ, അല്ലേ? അങ്ങനെയാണ്. ചിലപ്പോൾ നമുക്ക് 10 സംസ്ഥാനങ്ങൾ മാത്രമേ കവർ ചെയ്യാൻ പറ്റത്തുള്ളൂ. പക്ഷേ ഈ 10 സംസ്ഥാനങ്ങളിലുള്ള എല്ലാ കാര്യങ്ങളും A to Z കാര്യങ്ങൾ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിച്ചിരിക്കും, അല്ലേ? ഉറപ്പായിട്ടും. അപ്പം ഫ്യൂവൽ എക്സ്പെൻസ് മാത്രം മീറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഈ യാത്ര പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 1-ാം തീയതി കന്യാകുമാരിയിൽ നിന്നുമാണ് യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇനി വരുന്ന ദിവസങ്ങളിൽ അതിൻ്റെ കൂടുതൽ അപ്ഡേഷൻസ് ഞങ്ങൾക്ക് തരാൻ പറ്റും. അതുപോലെ തന്നെ റൂട്ട് മാപ്പുകൾ ഞങ്ങൾക്ക് തരാൻ പറ്റും, അല്ലേ? ഇനിയുള്ള ദിവസങ്ങളിൽ കൂടുതലും മൂവി റിവ്യൂസിനേക്കാൾ കൂടുതലായിട്ട്, ഇപ്പോൾ കുറച്ച് മൂവി റിവ്യൂസ് കുറഞ്ഞത് ഇതിൻ്റെ കുറച്ച് പ്ലാനിങ് ഒക്കെ ആയതുകൊണ്ടാണ്. അപ്പോൾ മൂവി റിവ്യൂസൊക്കെ ഇവിടെ നിൽക്കാൻ പോവുകയാണ്. ഫെബ്രുവരി 1-ാം തീയതി തൊട്ട് 4 മാസം കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസ് ഉണ്ടാവും, അല്ലേ? വേറൊരു കാര്യം കൂടി പറഞ്ഞോളൂ. ഇപ്പം നമ്മൾ ഇങ്ങനെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ രണ്ടുപേരാണ് ചേർന്ന് പോകുന്നത്, ബുള്ളറ്റിലാണ്. ഇപ്പം ചില ആൾക്കാർ ഇതുപോലെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ട്. ആരെങ്കിലും ഈ സമയത്ത് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് ചിലപ്പം ഫുൾ തമിഴ്നാട് മാത്രം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാം. പക്ഷെ ഒരു കാര്യമുണ്ട്, നമ്മൾ ടൂറിസ്റ്റ് പ്ലേസുകൾ മാത്രമല്ല യാത്ര ചെയ്യുന്നത്, ടെൻറ്റ് ക്യാമ്പിംഗ് ആണ്, വില്ലേജ് ലൈഫാണ്, അല്ലേ? അതായത് ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടുക, ഒരുപാട് ഫുഡ്, അതുപോലെ തന്നെ അവരുടെ ജീവിത രീതികൾ, കൃഷികൾ, ഇങ്ങനെയുള്ള നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ ഞങ്ങൾ നിങ്ങൾക്ക് സമ്മാനിച്ചിരിക്കും, അല്ലേ? ആരെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ എന്താ പറയുക, ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക, നമുക്കൊന്നിച്ച്. അപ്പം ചിലപ്പോൾ നിങ്ങൾ ആ സമയത്ത് ലഡാക്ക് മാത്രമായിട്ട്, അപ്പം നമ്മൾ 4-ാമത്തെ മാസം നമ്മുടെ ഡെയിലി വീഡിയോസ് ഉണ്ടാകും, കൂടുതലായിട്ടും ഷോർട്സും, അതുപോലെ തന്നെ വീഡിയോസ് 1, 2, 3 വീഡിയോസ് മാത്രമേ കാണത്തുള്ളൂ. ഫുൾ ട്രാവലിങ്ങിൻ്റെ ഫുൾ വീഡിയോസ് രാവിലെ എണീക്കുന്നത് തൊട്ട് വൈകുന്നേരം വരെയുള്ള 2 ടൈമിംഗ് ആയിട്ടായിരിക്കും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങളോട് പറയാം, അല്ലേ? പിന്നെ ഞങ്ങൾ കൊണ്ടുവന്ന ഡ്രസ്സിൻ്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇപ്പോൾ കഴിക്കുന്ന ഫുഡ് എന്തൊക്കെയാണ്. കാരണം നമ്മൾ കുക്കിംഗ് ഇല്ല, കാരണം ബുള്ളറ്റിലായതുകൊണ്ട് തന്നെ ചാർജിങ്, എഡിറ്റിങ്, അങ്ങനെ കുറേ സാധനങ്ങൾ നമുക്ക് കൊണ്ടുപോകാനുണ്ടല്ലോ. അപ്പം അതിൻ്റെ പരിമിതികളുണ്ട്. അപ്പം
ഫുഡൊക്കെ വളരെ മിനിമലാക്കിയിട്ടുണ്ട്. അത് എങ്ങനെയാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ നിങ്ങളോട് ഷെയർ ചെയ്യാം അല്ലേ. പിന്നെ എന്തൊക്കെ സജ്ജീകരണങ്ങൾ നമുക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരുപാട് പേരുടെയൊക്കെ ഇതിനെപ്പറ്റി സംസാരിക്കുമ്പോൾ എല്ലാവരും വളരെ വലിയ രീതിയിലുള്ള സപ്പോർട്ടാണ് നമുക്ക് തരുന്നത്. ഇനി വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ് അല്ലേ. ഒരുപക്ഷെ ഞങ്ങളെ യാത്ര അയക്കാൻ ആരും ഉണ്ടാവത്തില്ലെങ്കിലും യാത്ര തീരുമ്പോൾ ആരെങ്കിലുമൊക്കെ നമ്മളെ കാത്തിരിക്കുന്നൊരു വിശ്വാസം നമുക്കുണ്ട് അല്ലേ. അപ്പം ഇത്രയും നാൾ നമ്മളോടൊപ്പം സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന, യാത്ര ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി പറയുകയാണ്, 120 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. അതായത് ഫുൾ വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മളോടൊപ്പം യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മെസ്സേജ് ചെയ്യുക. അതുപോലെ തന്നെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്യുക. കാരണം ഈ യാത്രയിൽ തിരിച്ചു വരുമോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെൻറ്റ് ക്യാമ്പിംഗ് ആണ്. ഒരു ദിവസം പോലും ഹോട്ടലിൽ നമ്മൾ എടുക്കുന്നില്ല. നമുക്കറിയാം തമിഴ്നാടൊക്കെ വിട്ട് അങ്ങോട്ട് പോകുമ്പോൾ ഉൾനാടൻ പ്രദേശങ്ങളിൽ പെടുമ്പോൾ ഒരുപാട് നമുക്ക് തന്നെ യാത്രയിൽ നിങ്ങളറിയാത്ത പല പല പ്രശ്നങ്ങളും നമുക്ക് രാത്രി റോഡ് സൈഡുകളിൽ നിന്നൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇല്ലേ. പക്ഷേ ഇനി ഉണ്ടാകുന്ന യാത്രയിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും ഇല്ലേ. തിരിച്ചു വരുവാണെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ചേ വരത്തുള്ളൂ, ഇല്ലെങ്കിൽ ആരും വരുത്തതുമില്ല. അതാണ് ഞങ്ങളുടെ ഒരു കാരണം. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ കണക്ക് ടൂറിസ്റ്റ് പ്ലേസുകൾ വഴിയോ ഉള്ള യാത്രയല്ല, വില്ലേജുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള യാത്രയാണ്. അപ്പം ഒരുപാട് പേരുടെ സപ്പോർട്ട് വേണം. പിന്നെന്താ പറയുക, ഒരുപാട് ഫണ്ടോ കാര്യങ്ങളോ ഒന്നും വെച്ചുകൊണ്ടല്ല യാത്രയ്ക്ക് ഇറങ്ങുന്നത്. കയ്യിലുള്ളതൊക്കെ വിറ്റിട്ട് പണം സ്വരുക്കൂട്ടി അങ്ങനെയൊക്കെയാണ് നമ്മൾ യാത്ര പ്ലാൻ ചെയ്യുന്നത്. കാരണം ഞങ്ങൾക്ക് രണ്ടുപേർക്കും വലിയ ലക്ഷ്യങ്ങളൊന്നുമില്ല അല്ലേ. മുന്നിലേക്ക് നേടി പോകാൻ വേണ്ടിയിട്ടൊന്നുമില്ല. എനിക്ക് മിനിയും മാത്രമുള്ളൊരു ലൈഫാണ് ഞങ്ങളത്. അപ്പം ബാക്കിയുള്ള ജീവിതം എൻജോയ് ചെയ്യുക അല്ലേ. ഈ യാത്രയ്ക്ക് വേറൊരു ലക്ഷ്യം കൂടിയുണ്ട്. കാരണം അതോടൊപ്പം നമ്മുടെ പൂനത്തിൻ്റെ കാര്യമൂടെ പറഞ്ഞേക്കാം. അതായത് നമ്മുടെ ഒരു സുഹൃത്ത്, അതായത് മിനിയുടെ ഒരു സുഹൃത്ത്, ആ കുട്ടി കുറേ നാളുകൾക്ക് മുന്നേ, അതായത് ഇപ്പോൾ ആ കുട്ടിക്ക് ഏകദേശം 10-25 വയസ്സുണ്ടാവും അല്ലേ. അവള് 7ാമത്തെ വയസ്സിലോ 6ാമത്തെ വയസ്സിലോ 5ാമത്തെ വയസ്സിൽ കോഴിക്കോട് വന്നതാണ് അല്ലേ. കോഴിക്കോട് വന്ന് ആ കുട്ടിയുടെ ദേശോടാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മളെ ജനംഭൂമി എന്ന് പറയുന്നത് മധുര. അതായത് മധുര ജനംഭൂമി ഉത്തർപ്രദേശാണ്, തമിഴ്നാടല്ല. അവിടുത്തെ ഒരു കുട്ടിയാണ്. അവൾ അങ്ങനെ അറിയാതെയോ ട്രെയിനിൽ കയറി കോഴിക്കോട് വന്നിറങ്ങിയതാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ. അപ്പോൾ അവരുടെ പേരൻസിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരു യാത്ര വേണം അല്ലേ. അതിന് ഒരുപാട് എക്സ്പെൻസ് ഉണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം ഞാനും ബിസിനസ് എല്ലാം അവസാനിപ്പിച്ച് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും ഒരു വരുമാനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു യൂട്യൂബിൽ നിന്ന് വരുമാനം നമുക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇനി എന്തെങ്കിലും വരുമാനം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ആ പൈസ ഫുള്ളായിട്ടും ആ കുട്ടിയുടെ അച്ഛനും അമ്മയും, അതായത് ഈ യാത്രയുടെ മെയിൻ ലക്ഷ്യത്തിൽ ഒന്ന് അത് തന്നെയാണ്. തിരിച്ചു വന്ന ഉടനെ വിത്തിൻ ഒരു എക്സ്പെൻസ് മീറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അവളുടെ അച്ഛനും അമ്മയും, അതായത് നമ്മുടെയൊക്കെ അച്ഛനും അമ്മയും ഒരുപാട് ഇഷ്ടമല്ലേ നമുക്ക്. അപ്പം ആ കുട്ടിയുടെ അച്ഛനും അമ്മയും 5 വയസ്സിൽ നഷ്ടപ്പെട്ടു പോയതാണ്. അവളിപ്പോൾ ഇവിടെയുണ്ട്, ഒരു കുഞ്ഞുണ്ട്, കല്യാണമൊക്കെ കഴിഞ്ഞ് ഒരു കുഞ്ഞുണ്ട്. അപ്പം സന്തോഷമായിട്ട് ജീവിക്കുന്നു. ഇതുവരെയും അവളുടെ നാട്ടിലേക്ക് അവൾക്ക് തിരിച്ചു പോകാൻ സാധിച്ചിട്ടില്ല അല്ലേ. അപ്പം അവളെയും കൊണ്ടൊരു യാത്രയുണ്ട്. അതിനു വേണ്ടിയിട്ട് കുറേയധികം എക്സ്പെൻസ് വേണം. കാരണം ചിലപ്പോൾ 10 ദിവസം എടുക്കും, ചിലപ്പോൾ 20 ദിവസം എടുക്കും, പലപ്പോൾ 30 ദിവസം എടുക്കും ഇല്ലേ. അപ്പം അതിനു വേണ്ടിയിട്ടുള്ളൊരു എക്സ്പെൻസ് കണ്ടെത്തുക എന്നുള്ള കാര്യം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട് അല്ലേ. അപ്പം ഒരുപാട് ലക്ഷ്യങ്ങൾ, അതായത് മീൻസ് നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു യാത്ര അല്ലേ. അതായത് അതുപോലെ തന്നെ നമ്മുടെ ലോകത്ത് നമുക്കറിയാം, നമ്മൾ യാത്ര ചെയ്ത സമയത്ത് ഇടയ്ക്ക് വെച്ചൊരു CP ചേട്ടനെ കണ്ടു. ഒരുപാട് കാര്യങ്ങൾ CP ചേട്ടൻ നമ്മളോട് പറഞ്ഞു. അതൊരു ഷോർട്ടായിട്ട് അപ്ലോഡ് ചെയ്തു. എനിക്കൊന്ന് ഫേസ്ബുക്കിൽ ഏകദേശം 3,75,000-4,00,000 പേരോ കണ്ട ആ വീഡിയോ കണ്ട് കമൻറ്റ് ചെയ്തു. അതുപോലെ അനുഭവങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് മനുഷ്യർ ഈ ലോകത്ത് ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അല്ലേ. അതാണ് ലക്ഷ്മിയൊക്കെ പോലുള്ള ഒരുപാട് ആൾക്കാർ. നമ്മുടെ ആ കുട്ടി, ഈ പറഞ്ഞ മെൻഷൻ ചെയ്ത ആ കുട്ടി, ഒരു പ്രാവശ്യം അവളുടെ ബർത്ത്ഡേക്ക് ഞാനൊരു ഗിഫ്റ്റ് ചോദിച്ചപ്പോൾ, അപ്പോൾ അവൾക്ക് അത്ര ഹാപ്പിനെസ് കാണുന്നില്ല. ഞാൻ ചോദിച്ചു, നിനക്ക് ഇതിനെ കഴിഞ്ഞ് വലിയ എന്തെങ്കിലും ഗിഫ്റ്റ് വേണോ, എന്താണ് ഒരു ഹാപ്പിനെസ് ഇല്ലാതെ? അപ്പോൾ അവൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു കാര്യമുണ്ട്, ചേച്ചിക്ക് എൻ്റെ അച്ഛനും അമ്മേനും കണ്ടെത്തി തരാൻ പറ്റുമോ?
അപ്പം സീരിയസ്ലി ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ ഇടയ്ക്ക് വെച്ച് പൈസ കടം മേടിച്ചിട്ട് അതിന് പോകാൻ വേണ്ടിയിട്ട് നിന്നായിരുന്നു. പക്ഷേ ആ സമയത്ത് ആ കുട്ടിക്ക് വേറെ എന്തോ ജോലിയുടെ ആവശ്യത്തിനായിട്ട് പോകേണ്ടി വന്നു. പിന്നെ ഞങ്ങൾക്ക് കുറച്ച് എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഈവനിങ് കോഴ്സ് ചെയ്യുന്നതുകൊണ്ട് എക്സാം ഉണ്ടായതുകൊണ്ട് അത് ചെയ്യാൻ നമുക്ക് പറ്റിയില്ല. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ പോയാലും അതിന് കുറച്ച് എക്സ്പെൻസ് ആവും. അപ്പം അതിന് വേണ്ടിയിട്ട് ഫണ്ട് കണ്ടെത്തുക എന്നുള്ള ലക്ഷ്യമാണ് അല്ലേ. കാരണം നമ്മൾ സഫർ ചെയ്ത് പോകുന്ന കണക്ക് ആ കുട്ടിയും കൊണ്ട് സഫർ ചെയ്ത് പോകാൻ പറ്റത്തില്ല. അവളെയും കൊണ്ട് വളരെ നീറ്റായിട്ട് വേണം ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് ഒരുപാട് കാര്യങ്ങൾ. പിന്നെ അതുപോലെ തന്നെ വേറൊരു ലക്ഷ്യമുണ്ട്. കാരണം നമ്മളൊരു സ്ഥലത്ത് ഒന്നും അറിയാതെ നമ്മളിപ്പം 1600 സബ്സ്ക്രൈബർ മാത്രമുള്ള ഒരു യൂട്യൂബേഴ്സാണ് ഞങ്ങൾ രണ്ടുപേരും. ഒരുപാട് നാളുകളായിട്ട് യാത്ര ചെയ്യുന്നു. കാരണം നിങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണ് സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്നുള്ള കാര്യം നമുക്കറിയാം. പക്ഷേ ഈ യാത്രയിലൂടെ നിങ്ങളുടെ മനസ്സിൽ ഇടം പിടിക്കണം. അതുപോലെ തന്നെ കാരണം ഒരു സ്ഥലത്ത് ഒരു അച്ഛനും അമ്മയും തേടി പോകുന്ന സമയത്ത് അവിടെയും നമുക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊരു ഹെൽപ്പായിരിക്കും അല്ലേ. അതൊക്കെ നമുക്ക് ഈ ഒരു യാത്രയിലൂടെ നേടിയെടുക്കാൻ സാധിക്കും. കാരണം ഒരു പെൺകുട്ടിയും കൊണ്ട് ഇവളും പെൺകുട്ടി, ഞാനൊരാൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ വേറൊരാളെ നമ്മൾ കൂട്ടിന് വിളിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ഒരു പക്ഷേ എത്രമാത്രം നമ്മുടെ കൂടെ നിൽക്കാൻ പറ്റുമെന്ന് അറിയാൻ പറ്റില്ല. അപ്പോൾ ഇവർ രണ്ടുപേരെയും കൊണ്ട്, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് പ്രശ്നമല്ല, ആ കുട്ടിയും കൊണ്ട് നമ്മളൊരു സ്ഥലത്ത് ചെന്നിറങ്ങുന്ന സമയത്ത് നമുക്ക് ഇല്ല പറയുന്ന കണക്ക് ഒരു യൂട്യൂബറാണെന്ന് പറയണമെങ്കിൽ കുറഞ്ഞതൊരു 10,000 സബ്സ്ക്രൈബറെങ്കിലും വേണ്ടേ അല്ലേ. നമുക്കതൊരു പ്രശ്നം വരുന്ന സമയത്ത് ഒരു ലൈവ് പോയിട്ട് എനിക്കൊരു പ്രശ്നമുണ്ട്, ആരെങ്കിലും ഹെൽപ്പ് ചെയ്യണമെന്ന് പറഞ്ഞാലെങ്കിലും നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഒന്ന് വരണ്ടേ അല്ലേ. അപ്പോൾ ഇത്രമാത്രം സോഷ്യൽ മീഡിയ വ്യാപിച്ചു കിടക്കുന്ന സ്ഥലത്ത് നമ്മളോടൊപ്പം നിൽക്കാൻ കുറച്ച് പേര് വേണം. അപ്പം ഇന്ത്യയുടെ പകുതി ഭാഗം നമ്മൾ കവർ ചെയ്യാൻ പോവാണ്. വെറുതെ ഒരു യാത്രയല്ല സുഹൃത്തുക്കളെ. പാർട്ട് എ ഒരു ബുക്ക് എഴുതുന്നുണ്ട്, 120 ദിവസം. പാർട്ട് എയും പാർട്ട് ബി ആയിട്ട് 2 ബുക്ക് ഞങ്ങൾ എഴുതുന്നുണ്ട് ഇല്ലേ. അതായത് ഇന്ത്യയുടെ വില്ലേജ് ലൈഫ്, ആത്മാവ് തേടിയുള്ള യാത്ര, അതിൻ്റെ ബുക്കിൻ്റെ പേരൊക്കെ അനൗൺസ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ്, അതുപോലെ തന്നെ ഈ ഇന്ത്യയിലുള്ള ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് നമുക്കറിയാത്ത. നമുക്കിപ്പോൾ പേഴ്സണലി അറിയാവുന്ന തമിഴ്നാട്ടിലെ കുറേ പ്ലേസുകൾ അറിയാം അല്ലേ. അല്ലാതെ ഒരുപാട് ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട്, അവയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ. പിന്നെ കുറേ ഡോക്യുമെൻ്ററീസ് ചെയ്യണമെന്നുണ്ട് അല്ലേ. അങ്ങനെ കുറച്ച് ദിവസം മറ്റെല്ലാ തിരക്കുകളും മാറ്റിവെച്ച് നിങ്ങളോട് മാത്രം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരു യാത്ര ഇല്ലേ. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മൾ സ്പോൺസേഴ്സ് ആരും തന്നെ ഇല്ല. കാരണം നമ്മൾ സ്പോൺസർ ചോദിച്ചാൽ ആരും തരുമില്ല. കാരണം നമ്മൾ പുതിയ യൂട്യൂബേഴ്സാണ്, നമുക്ക് സ്പോൺസേഴ്സ് ഇല്ല. നമ്മുടെ കയ്യിൽ ഒരു ബുള്ളറ്റ് ഉണ്ട്, നേരത്തെ വീഡിയോ കണ്ടവർക്കറിയാം, പണി ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ബുള്ളറ്റിന് വരുത്തിയിരിക്കുന്ന ആൾട്രേഷൻസിൻ്റെ വീഡിയോസ് ചെയ്യാം, നമ്മൾ കൊണ്ടുപോകുന്ന സാധനങ്ങളുടെ വീഡിയോസ് ചെയ്യാം, ഫുഡിൻ്റെ കാര്യങ്ങളെ പറ്റിയുള്ള വീഡിയോസ് ചെയ്യാം. ഓരോന്ന് അപ്ലോഡ് ചെയ്യുന്നതാണ്. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ നിർത്തുന്നു. ഒരു കാരണവശാലും മിസ് ചെയ്യരുത്. ഫെബ്രുവരി 1-ാം തീയതി കൂടി പ്ലീസ് നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാവണം അല്ലേ. നിങ്ങളുടെ കൺവീനിയൻറ്റ് ടൈമിലായിരിക്കും വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. 2 വീഡിയോസായിട്ട് അപ്ലോഡ് ചെയ്യാം. ഒന്നും ഇപ്പോൾ ഡേ 1 ഫസ്റ്റ് വീഡിയോ, ഡേ 2 സെക്കൻഡ് വീഡിയോ. പിന്നെ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടൂറിസ്റ്റ് പ്ലേസുകൾ നമ്മൾ മീറ്റ് ചെയ്യുകയാണെങ്കിൽ അതൊരു ഡോക്യുമെൻ്ററി പോലെ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ട് അത് സെപ്പറേറ്റ് വീഡിയോ ആയിട്ടും അപ്ലോഡ് ചെയ്യാം ഇല്ലേ. പിന്നെ ഒരു വെബ്സൈറ്റ് കീപ്പ് ചെയ്യുന്നുണ്ട്. വെബ്സൈറ്റിനകത്ത് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താത്ത കാര്യങ്ങളും അതിനോടൊപ്പം തന്നെ ആഡ് ചെയ്തേക്കാം അല്ലേ. അപ്പം ആരെങ്കിലും കൂടെ യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ, 120 ദിവസം മാറ്റിവെക്കുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മളോടൊപ്പം യാത്ര ചെയ്യാൻ ഞങ്ങൾക്കൊരു കൂട്ടായിരിക്കും അല്ലേ. അത് അല്ലാതെ ആരെങ്കിലും ഏതെങ്കിലും സംസ്ഥാനങ്ങൾ ഫുള്ളായിട്ട് കവർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും ഒന്ന് അറിയിക്കുക അല്ലേ. അപ്പം എല്ലാവർക്കും ഒരുപാട് സ്നേഹം, വിമർശിക്കുന്നവർക്കും സ്നേഹിക്കുന്നവർക്കും എല്ലാവർക്കും ഒരുപാട് സ്നേഹം. അപ്പം ഞങ്ങൾ വീഡിയോ അവസാനിക്കുന്നു അല്ലേ. ഓക്കെ, എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക. അപ്പം 120 ദിവസത്തെ ഒരു കിടിലൻ ജേണി അല്ലേ. ഓക്കെ.